കൂടപ്പിറപ്പ്. സോമജ നമ്പൂതിരി. ശരി. നിലക്കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി കോതിയിരുന്ന ബാലു സാവധാനം ഉമയുടെ നേർക്ക് തിരിഞ്ഞു. നമുക്ക് പിരിയാം. ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി ഒരാണ്ട് തികയും മുമ്പേ താൻ ആവശ്യപ്പെട്ടതല്ലേ? കാല് പിടിച്ച് ഞാൻ തുടർന്നതാണല്ലോ. 11 വർഷം തികഞ്ഞില്ലേ? ഇനി ഇങ്ങനെ തുടരുന്നതിൽ അർത്ഥമില്ല. യെസ്, ഐ ആം റെഡി. യാ. ഉറക്കച്ചടവോടെ ഉമ്മ സമ്മതിച്ചു. ഇപ്പോഴെങ്കിലും ബാലുവിനെ തീരുമാനമെടുക്കാനായല്ലോ. സമാധാനമായി ഞാൻ ഉറങ്ങാൻ പോകുന്നു. വൈകുന്നേരം നമുക്ക് വിശദമായി സംസാരിക്കാം. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന വഴിയായിരുന്നു അവൾ. മെല്ലെ തിരിഞ്ഞ് മുകൾ നിലയിലേക്കുള്ള സ്റ്റെയർ കേസുകൾ കയറി. പൂർണ്ണമായും ഏതാണ്ട് 1 വർഷമായി രണ്ടുപേരും താഴെയും മുകളിലുമുള്ള കിടക്കറകളിലാണ് ഉറക്കം. മൂത്ത മകൻ ജനിക്കും മുമ്പേ മനസ്സുകളിൽ വിള്ളൽ വീണിരുന്നു. മകൾ ജനിച്ചതോടെ അകലം പൂർണ്ണമായി. നേരിയൊരു നിശ്വാസത്തോടെ ബാലു കിടക്കയിലേക്ക് ഇരുന്നു. അച്ഛാ. വാതിൽക്കൽ സ്കൂൾ ബാഗും തൂക്കി അപ്പു എത്തി. പിന്നിൽ യൂണിഫോം ഇട്ട് അമ്മുവും. അവളുടെ ബാഗും കൂടി അപ്പുവിൻ്റെ ഷോൾഡറിലായിരുന്നു. ബാലു പെട്ടെന്ന് എഴുന്നേറ്റ് രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു. അപ്പുവിന് അത്ഭുതമായി. സ്കൂളിൽ കൊണ്ടാക്കാൻ പോണ നേരത്ത് എന്തിനാ ഈ സ്നേഹപ്രകടനം? അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കണല്ലോ. ഇന്നലെ വരെ സ്കൂൾ ബാഗും തൂക്കി മുന്നിലെത്തിയാൽ കൈപ്പിടിച്ച് വലിച്ചുകൊണ്ട് പോർച്ചിൽ കിടക്കുന്ന കാറിൻ്റെ നേർക്ക് ഓടുമായിരുന്ന ആളാണ്. എന്താ അച്ഛാ, ഇന്ന് ക്ലാസ്സില്ലേ? ഇന്ന് ഹോളിഡേ ആണോ? പിന്നെന്തിനാ മീനു ആൻറ്റി ഞങ്ങളുടെ രണ്ടുപേരുടെയും ബാഗുകളിൽ ലഞ്ച് ബോക്സ് എടുത്തു വെച്ചത്? ഹോളിഡേ ആണെങ്കിൽ നമുക്ക് ആ കാർട്ടൂൺ പിക്ചർ കാണാം. അപ്പുട്ടാ, ബാ പോവാം. അമ്മു ഏട്ടൻ്റെ കൈ പിടിച്ച് വലിച്ചു. ഇന്ന് ഹോളിഡേ അല്ല കുട്ടാ. ബാലു മകളെ തഴുകി. അച്ഛന് പെട്ടെന്നൊരു ക്ഷീണം, നേരിയ തലവേദന. അതാ ഒരു നിമിഷം സൈലൻ്റായി നിന്നത്. സാരമില്ല, വാ നമുക്ക് പോകാം. മക്കളുടെ രണ്ടുപേരുടെയും കൈപ്പിടിച്ച് പതിവ് പോലെ അയാൾ പുറത്തേക്ക് നടന്നു. തലവേദനയെ എടുത്തിട്ടാണോ അച്ഛൻ്റെ കണ്ണു നിറഞ്ഞത്? പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ അപ്പു തിരക്കി. അതിന് ഡോക്ടർമാർക്ക് തലവേദന വരും അപ്പൂട്ടാ. നമ്മുടെ അച്ഛൻ ഡോക്ടറല്ലേ? അമ്മു ഏട്ടനെ നോക്കി. വെറും ഡോക്ടറല്ല, പീഡിയാട്രിഷ്യനാ. പീഡിയാട്രിഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലുള്ള കുട്ടികളെ ചികിത്സിക്കുന്ന ഡോക്ടറാ. അപ്പം അമ്മയോ? അമ്മ ഗൈനക്കോളജിസ്റ്റാ. എന്നുവെച്ചാൽ എന്താ അച്ഛാ? കാറിൽ കയറി അച്ഛൻ്റെയും ഏട്ടൻ്റെയും മധ്യേ ഇരുന്നു കൊണ്ട് അമ്മു ബാലുവിൻ്റെ ചുമലിൽ കൈയിട്ടു. 10 വയസ്സായ അപ്പവും 5 തികഞ്ഞ അമ്മവും ഉന്നയിക്കുന്ന എന്ത് സംശയങ്ങളും അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലും ശൈലിയിലും വിശദീകരിച്ചു കൊടുക്കാറുള്ള ആളാണ് അയാൾ. പക്ഷേ ഇപ്പോൾ ബാലുവിന് ശബ്ദിക്കാൻ പ്രയാസമായി. ഉമയുമൊത്തുള്ള കഴിഞ്ഞ കാലങ്ങളിലൂടെ ആ മനസ്സ് ഉഴറി ഓടുകയായിരുന്നു. പറയച്ചാ. അച്ഛൻ്റെ സ്റ്റിയറിംഗ് പിടിച്ച കൈത്തണ്ടയിൽ അമ്മു നഖമിറക്കി. അമ്മോ, ഡ്രൈവ് ചെയ്യുമ്പോൾ ചോദ്യങ്ങൾ ചോദിച്ച് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലെന്ന് അമ്മ പറയാറുള്ളത് മറന്നോ? സീ മോൾ, നല്ല ട്രാഫിക്കുള്ള റോഡാ, അപ്പു ഓർമ്മപ്പെടുത്തി. അതോടെ അമ്മു അടങ്ങി. അവളെ ഡ്രോപ്പ് ചെയ്യേണ്ട മമ്മാസ് കിൻഡർ ഗാർട്ടനാണ് ആദ്യം എത്തിയത്. സ്കൂൾ ഗേറ്റിനുള്ളിൽ ബാലു അമ്മുവിനെ ഇറക്കി. അവളുടെ കവിളത്ത് അമർത്തി ഉമ്മ നൽകി. അമ്മു ദേഷ്യത്തിൽ കവിൾ തുടച്ചു. എന്നോട് മിണ്ടാത്ത അച്ഛനെ എനിക്കിഷ്ടമല്ല. അമ്മുവിനെ ഇഷ്ടമല്ലെങ്കിലും അച്ഛന് അമ്മുവിനെ ജീവനാ, ഈ ലോകത്തിൽ മറ്റാരേക്കാളും. പോ. ഷർട്ട് ഇൻസേർട്ട് ചെയ്ത ബാലുവിൻ്റെ വയറിൽ അവൾ കൈകൊണ്ട് തള്ളി. എന്നിട്ട് ഓടിപ്പോയി. അപ്പോഴോ അച്ഛൻ്റെ കണ്ണുകൾ ഈറനാവുന്നത് കാറിലിരുന്ന് അപ്പു കണ്ടു. തിരിച്ചെത്തി യാത്ര തുടർന്നപ്പോൾ അവൻ ബാലുവിനോട് തിരക്കി. ഇന്നും അച്ഛനും അമ്മയും വഴക്കിട്ടോ? ഉവ്, ശാന്തനായി അയാൾ അറിയിച്ചു. എന്തിനാ അച്ഛാ വെറുതെ? വെറുതെ അല്ല മോനെ. അച്ഛനും അമ്മയും സ്നേഹിച്ച് ഒരുമിച്ച് ജീവിച്ചവരാ. പൊരുത്തങ്ങൾ നോക്കിയില്ല. അമ്പലങ്ങളുടെയും പള്ളികളുടെയും മതസംഘടനകളുടെയും രജിസ്റ്റർ കച്ചേരിയുടെയും അനുവാദം തേടിയില്ല. എല്ലാം ഞങ്ങൾ രണ്ടുപേരും തനിച്ച് തീരുമാനിച്ചു. അതൊന്നും തെറ്റാണെന്ന് ഇപ്പോഴും ഞാൻ കരുതണില്ല. പക്ഷേ മനപ്പൊരുത്തവും ക്ഷമയും അത്യാവശ്യമായിരുന്നു. ഉമയെ ഞാൻ കുറ്റപ്പെടുത്തില്ല. എനിക്കും അതില്ലായിരുന്നു. പുറമോടി കണ്ട് പരസ്പര ആകൃഷ്ടരായ 2 വിഡ്ഢികളായിരുന്നു ഞങ്ങൾ. അച്ഛൻ പറഞ്ഞതിൻ്റെ അർത്ഥമൊന്നും അപ്പുവിന് കൃത്യമായി മനസ്സിലായില്ല. എങ്കിലും അമ്മയേക്കാൾ സാധുവാണ് അച്ഛനെന്ന് എന്നത്തെയും പോലെ അവന് ബോധ്യമായി. അമ്മയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരും. കണ്ണിൽ കാണുന്നതെല്ലാം വലിച്ചെറിയും, എറിഞ്ഞുടയ്ക്കും. പിന്നെ മുറിയടച്ചിരുന്ന് ശബ്ദമമർത്തിക്കരയും. ജനാലയിലൂടെ അപ്പു അത് പലവട്ടം കണ്ടിട്ടുണ്ട്. അച്ഛനോട് അമ്മയ്ക്ക് സ്നേഹമില്ലെന്ന് അവന് തോന്നിയിട്ടില്ല. പക്ഷേ ഒരിക്കലും ആ മുന്നിൽ തോറ്റു കൊടുക്കില്ല. കണ്ടാൽ പരസ്പരം അവർ തർക്കവും വഴക്കുമാവും. അമ്മയുടെ ഉറ്റ ചങ്ങാതിയായ ഡോക്ടർ റബേക്ക സൈമൺ ഒരിക്കൽ അമ്മയെ കുറ്റപ്പെടുത്തുന്നത് കേട്ടിട്ടുണ്ട്. ഇത്ര ഈഗോ പാടില്ലോമാ. ഈ ബന്ധം തകർന്നാൽ അധിക നഷ്ടം തനിക്കാണെന്നത് മറക്കണ്ട. അപ്പോഴാണ് അച്ഛൻ്റെ സ്വരം അപ്പുവിൻ്റെ കാതിലെത്തിയത്. ഒടുവിൽ ഞങ്ങൾ പിരിയാൻ തീരുമാനിച്ചു അപ്പു. വിഷമമുള്ള കാര്യമാണെങ്കിലും നിന്നോടെങ്കിലും പറയാതെ പറ്റില്ലല്ലോ. അമ്മു കുട്ടിയാണ്, അവൾക്കൊന്നും മനസ്സിലാവില്ല. സഹിക്കാൻ വയ്യാതെയാണ് അച്ഛനും സമ്മതിച്ചത്. 10 വയസ്സിലെ നിനക്ക് ഇങ്ങനെയൊരു ഷോക്ക് തരുന്നതിന് ക്ഷമിക്ക്. അവൻ അമ്പരപ്പിൽ ബാലുവിനെ നോക്കി. പിരിയാന്ന് വെച്ചാ? അത് അമ്മയുടെ വീടല്ലേ. അച്ഛൻ ഇവിടുന്ന് പോവും. എങ്ങട്? അറിയില്ല അപ്പു. ഞങ്ങൾ എങ്ങനെ അച്ഛനെ കാണും? അതാണ് ഒട്ടും അറിയാത്തത്. എല്ലാം വൈകുന്നേരം ഉമ്മ തീരുമാനിക്കും.
അപ്പോഴേക്കും അപ്പുവിൻ്റെ സ്കൂൾ എത്തി. അമ്മുവിനെ പോലെ ഓടിപ്പോകാൻ കഴിഞ്ഞില്ല അവന്. തിരിഞ്ഞു തിരിഞ്ഞു നോക്കിക്കൊണ്ട് വളരെ സങ്കടത്തിലാണ് അപ്പു നടന്നുപോയത്. മകൻ കണ്ണിൽ നിന്ന് മറഞ്ഞ ശേഷമാണ് ബാലു വീണ്ടും വണ്ടി ചലിപ്പിച്ചത്. ഹോസ്പിറ്റലിൽ വെച്ച് ഒരു അപരിചിത നമ്പറിൽ നിന്ന് അയാൾക്ക് കാൾ വന്നു. ഡോക്ടർ ബാലഗോപാലല്ലേ? അതെ, ആരാണ്? ഞാൻ ഡോക്ടർ റബേക്ക. താങ്കൾ തിരക്കാണോ? രണ്ടു വാക്ക് സംസാരിക്കാൻ? ഒരു തിരക്കുമില്ല, ഡോക്ടർ സംസാരിച്ചോളൂ. അല്പം മുമ്പ് ഉമാ മഹേശ്വരി വിളിച്ച് ഒരു ബാഡ് ന്യൂസ് തന്നു. താങ്കൾക്ക് മനസ്സിലായി കാണുമല്ലോ. കഷ്ടമുണ്ട് ഡോക്ടർ ബാലു, ആ കുട്ടികളെക്കുറിച്ച് നിങ്ങൾ മറന്നു. ഉമ ആവശ്യപ്പെട്ടിട്ടാണ് ഡോക്ടർ റബേക്ക, എൻ്റെ നിർബന്ധമല്ല. ഉമയ്ക്ക് അല്പം ഭ്രാന്തുണ്ടെന്നറിയാമല്ലോ. അതറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ആരംഭിച്ചത്. പക്ഷേ എത്ര കാലം അത് സഹിക്കും സഹോദരി? ഉമയ്ക്ക് സ്നേഹമില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സ്നേഹമുണ്ടാവാം, പക്ഷേ അല്പം മുമ്പ് താങ്കൾ പറഞ്ഞതുപോലെ ആ സ്നേഹം പോലും ഒരു ഭ്രാന്താണ്. ധാരാളം പേർ വിവാഹമോചനം നേടുന്നുണ്ട്, പക്ഷേ അത് സ്നേഹത്തിൻ്റെ അഭാവത്തിലാണ്. എന്നാൽ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് രണ്ടുപേർ പിരിയുന്നത് കിറുക്കാണ്. അതെ, സമ്മതിച്ചു. എന്നെ ഒരു സംശയരോഗിയായി ചിത്രീകരിക്കുന്നത് എനിക്കിഷ്ടമല്ല ഡോക്ടർ. റബേക്കയ്ക്ക് അറിയാമല്ലോ, ഞാനൊരു പഴയ തലമുറയിലെ പഴഞ്ചൻ ഭർത്താവല്ലെന്ന്. ഒക്കെ അറിയാം. എങ്കിൽ സാരമില്ല ഡോക്ടർ. പിരിയാൻ ഞങ്ങൾക്ക് കോടതി വേണ്ട, ഒരിടത്തും ഒപ്പുമിടണ്ട. യാതൊരു ഫോർമാലിറ്റീസും ഇല്ലാതെ 11 വർഷം ഒരുമിച്ച് ജീവിച്ചവരാണ് ഞങ്ങൾ. പക്ഷേ കഴിഞ്ഞ 10 വർഷമെങ്കിലുമായി മുൾമുടി പോലെയോ കുരിശ് പോലെയോ ആണ് ഞങ്ങളുടെ ദാമ്പത്യം. എന്നോട് ക്ഷമിക്കുക. പിരിയണ്ട എന്ന് ഉമ്മ പറഞ്ഞാൽ ദാ ഈ നിമിഷം മാറി ചിന്തിക്കാൻ ഞാൻ തയ്യാറാണ്. ബാലു തന്നെയാണ് ആ കോൾ കട്ട് ചെയ്തത്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ സമയം അയാൾക്ക് ഉമയുടെ ഫോൺ കിട്ടി. ആ നമ്പർ കണ്ടപ്പോൾ ബാലുവിൻ്റെ ഒരു നേരിയ പ്രത്യാശ ഉയർന്നു. റബേക്കയടക്കമുള്ള നല്ല സുഹൃത്തുക്കളുടെ പ്രേരണയിൽ ഉമ തീരുമാനം തിരുത്തിയിരിക്കുമോ? ബാലു, ഞാൻ ഉമയാണ്. കോൾ എടുത്തതും അവൾ ശബ്ദിച്ചു. പറയൂ മാ. ബാലു, പുറപ്പെടാറായോ? യാ, ഞാൻ കാറിൽ കയറി. അതറിയാനാണ് ഞാൻ വിളിച്ചത്. 2 ദിവസത്തേക്ക് ഞാൻ ലീവാണ്. അപ്പുവും അമ്മുവും വരും മുമ്പ് എനിക്ക് ബാലുവിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. തീരുമാനത്തിൽ വല്ല മാറ്റവും? ഒന്നുമില്ല, നമുക്ക് നല്ല സ്നേഹിതരായി പിരിയാം. അതിനു മുമ്പ് ബാലുവിന് വല്ല സെറ്റിൽമെൻറ്റും? താൻ ഫ്രീ ആണെങ്കിൽ നമുക്ക് നേരിൽ സംസാരിക്കാം ഉമ. ഓക്കെ. അവൾ നിർത്തി. 10 മിനിറ്റ് കൊണ്ട് ബാലു എത്തി. ഉമ സ്വന്തം കൈകൊണ്ട് 2 കപ്പ് ചൂട് ചായ ഉണ്ടാക്കി വെച്ചിരുന്നു. ബാലുവിന് ഈ വീട് വേണമെന്നുണ്ടോ? ഇത് തൻ്റെ അച്ഛൻ തനിക്ക് തന്നതല്ലേ? ഞാനൊരു ആർത്തിക്കാരനല്ലെന്നറിയാമല്ലോ. മറ്റെന്തെങ്കിലും നഷ്ടപരിഹാരവും ജീവനാംശമൊക്കെ ആവശ്യപ്പെടുന്നത് സ്ത്രീകളല്ലേ ഉമ? ഞാൻ അത്തരം ഒരു സ്ത്രീയല്ലെന്നറിയില്ലേ? ആയിരുന്നെങ്കിൽ യാതൊരു ഉപാധികളുമില്ലാതെ കന്യകയായ ഞാൻ ഒരു പുരുഷൻ്റെ ഒപ്പം താമസിക്കാൻ തയ്യാറാവുമോ? ആ ബഹുമാനം മരണം വരെ എനിക്കുണ്ടാവും. ബഹുമാനം വേണ്ട ബാലു. പരസ്പരം കണ്ടില്ലെങ്കിലും ബന്ധപ്പെട്ടില്ലെങ്കിലും മറ്റുള്ളവരുടെ അടുത്ത് എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കാതിരുന്നാൽ മതി. ഞാനും അത് ചെയ്യില്ല. നമുക്കിടയിലെ ശത്രുത ഈ രാത്രി അവസാനിക്കും. പിരിയുകയാണെങ്കിലും നമ്മൾ വെൽവിഷേഴ്സ് ആയിരിക്കും. അതെ ഉമ. എങ്കിൽ നാളെ രാവിലെ നമ്മൾ ഹസ്താനം നൽകി പിരിയുമ്പോൾ എനിക്ക് നമ്മുടെ മക്കളിൽ ഒരാളെയെങ്കിലും വേണം. നിയന്ത്രിച്ചിട്ടും ഉമയുടെ മുഖം ഇരുണ്ടു. 2 പേരെയുമല്ല ഞാൻ ചോദിച്ചത്, ഒരാളെയാണ്. എനിക്ക് ഒരു 2ാം വിവാഹം ഉണ്ടാവില്ല. ഉമയ്ക്ക് അതുണ്ടായാലും നമ്മുടെ മക്കളിൽ ഒരാൾ ഉമയോടൊപ്പം കഴിഞ്ഞോട്ടെ. ബാലുവിനോട് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ കുട്ടികൾ 2 പേരും എൻ്റെ ഒപ്പം വേണം. അവർ പിരിഞ്ഞ് താമസിക്കുന്നതും ശരിയല്ല. നമ്മൾ പിരിയുന്ന സ്ഥിതിക്ക് അവരും പിരിയട്ടെ. ഇല്ലെങ്കിൽ 2 പേരെയും എനിക്ക് വിട്ടുതരണം. അമ്മു ഇല്ലാതെ എനിക്ക് വയ്യ. എൻ്റെ അമ്മയുടെ ഛായയാണ് അവൾക്ക്. അപ്പുവിന് ബാലുവിൻ്റെ ഛായയല്ലേ? നിർബന്ധമാണെങ്കിൽ അവനെ കൊണ്ടുപോയിക്കോളൂ. പെൺകുട്ടികൾക്ക് അമ്മയാണ് അത്യാവശ്യം. അപ്പുവിനാണെങ്കിൽ ബാലുവിനോടാണ് സ്ഥായി. സ്കൂളിൽ ചേർത്തപ്പോൾ സോമ ബാലൻ എന്ന് അവന് പേരിട്ടതും അതുകൊണ്ടാണ്. അവനിൽ എപ്പോഴും ബാലു ഉണ്ടാവുമല്ലോ. അമ്മുവിന് ഭാവമായി എന്ന പേരിട്ടത് എൻ്റെ അമ്മയാണ്. അമ്മയ്ക്ക് അവളെ പ്രാണനുമാണ്. അത് എങ്ങനെയായാലും അമ്മുവിനെ എനിക്ക് വേണം. ഞാൻ അവളെ കൊണ്ടുപോകും. അമ്മു ബാലുവിൻ്റെ മകളിലെന്ന് ഞാൻ പറഞ്ഞാലോ? നമ്മൾ തമ്മിൽ നിയമപരമായി യാതൊരു ബന്ധവുമില്ല. പക്ഷേ എനിക്കറിയാമല്ലോ മാ, അമ്മുവും അപ്പുവും നമ്മുടെ 2 പേരുടെയും മക്കളാണെന്ന്. അതിന് എനിക്ക് ഒരു തെളിവും വേണ്ട, ഒരു നിയമാനുകൂല്യവും ആവശ്യമില്ല. അപ്പോഴേക്കും കുട്ടികളെ 2 പേരെയും കാറിൽ ഡ്രൈവർ കൊണ്ടുവന്നു. ദാ 2 പേരും വന്നല്ലോ. അമ്മ പറയട്ടെ അവൾക്ക് ആരുടെ ഒപ്പം പോരണമെന്ന്. അപ്പുവിൽ നിന്ന് അമ്മു സംഭവമെല്ലാം അറിഞ്ഞിരിക്കുന്നുവെന്ന് ആ മുഖം വ്യക്തമാക്കി. അമ്മു, നാളെ അച്ഛനെ ഇവിടെ നിന്ന് പോവുകയാണ്. നീ അമ്മയോടൊപ്പം നിൽക്കുന്നോ അതോ അച്ഛൻ്റെ ഒപ്പം പോരുന്നോ? ഞാൻ അച്ഛൻ്റെ ഒപ്പം പോരും. മൂക്കിന് പുറമെ ചൂണ്ടുവിരൽ ചേർത്ത് പിടിച്ച് അവൾ ചിണുങ്ങി. ഞാൻ അച്ഛൻ്റെ ഒപ്പം പോരും. എനിക്ക് അച്ഛനെ വേണം. അച്ഛൻ്റെ ഒപ്പം കിടന്നില്ല വെച്ചാൽ അമ്മൂട്ടിക്ക് ഉറക്കം വരില്ല. അല്ലെങ്കിൽ നീ സ്നേഹമില്ലാത്തവളാ, പെറ്റമ്മയ്ക്ക് എതിരെ നിൽക്കുന്നവളാ. സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റ് ഒരു സാധാരണ പെണ്ണിനെ പോലെ ഉമ പുലമ്പി. ഞാനിപ്പോഴും എൻ്റെ പേരിന് പിന്നിൽ മഹേശ്വരി എന്ന എൻ്റെ അമ്മയുടെ പേരാണ് വെച്ചിരിക്കുന്നത്. ഒറ്റ മോളായ എൻ്റെ പേരിൽ എൻ്റെ അച്ഛനുണ്ടാക്കിയതെല്ലാം എഴുതി തന്നത്. എന്നാലും അച്ഛനും അമ്മയും തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടായാൽ ഞാൻ എൻ്റെ അമ്മയുടെ പക്ഷത്തെ നിൽക്കൂ. നിൻ്റെ ചോര വേറെ അടി കഴുതേ.
മകൾക്ക് 5 വയസ്സേ ഉള്ളൂ എന്ന കാര്യം പോലും ഡോക്ടറായ ആ അമ്മ മറന്നു. പോയിക്കോ, എവിടെയെന്ന് വെച്ചാൽ പോയിക്കോ. എനിക്കെൻ്റെ മകനുണ്ട്, എനിക്ക് അവൻ മാത്രം മതി. ഞാനും അച്ഛൻ്റെ ഒപ്പം പോവാം, അപ്പു പറഞ്ഞു. അത് ഈ ജന്മം നടക്കില്ല. മകനെ പിടിച്ചു വലിച്ച് ഉമ സ്വന്തം മുറിയുടെ ഉള്ളിൽ തള്ളി വാതിലടച്ചു ലോക്ക് ചെയ്തു. അച്ഛാ എന്ന് വിളിച്ച് തുറന്നു കിടന്ന ജനാലിക്കൽ മുഖം ചേർത്ത് അപ്പു കരഞ്ഞു. ഞാനും കൂടെ വരാച്ചാ. അമ്മുവിനെ കാണാതെ എനിക്ക് വയ്യ. അങ്ങനെ പറയരുതപ്പൂ. ബാലു ആ ജനാലിക്കലെത്തി. നീ കൂടെ പോന്ന അമ്മ തനിച്ചാവില്ലേ മോനെ? അമ്മയുടെ ദേഷ്യം കണ്ട് എനിക്കിപ്പോൾ പേടിയാച്ചാ. ദേഷ്യം കാട്ടിയാൽ ആ മനസ്സ് നിറയെ സ്നേഹമാടാ. പിന്നെ ഇതിനെ അച്ഛൻ പോണത്? പോകാൻ പറഞ്ഞ പോകണ്ടേ? നീ പക്ഷേ അമ്മോടൊപ്പം നിൽക്കണം, ഇല്ലെങ്കിൽ അവൾ ജീവൻ കളയും. പിരിഞ്ഞു കഴിയുമ്പോൾ ഉമ്മയ്ക്ക് ചിലപ്പോൾ സ്വന്തം തെറ്റ് ബോധ്യമായാലോ? നമുക്കതിനായി കാക്കാം മോനെ. പിറ്റേന്ന് രാവിലെ പോകാനിറങ്ങുമ്പോൾ ബാലു അപ്പുവിനോട് യാത്ര പറയണമെന്ന് ആവശ്യപ്പെട്ടു. ഉമ്മ പക്ഷേ അനുവദിച്ചില്ല. പിരിയുമ്പോൾ ഹസ്താനം നൽകി പിരിയാമെന്ന് സമ്മതിച്ചവരാണ് താൻ. അത് കഴിഞ്ഞല്ലേ മക്കളിൽ ഒരാളെ വേണമെന്ന് ബാലു ആവശ്യപ്പെട്ടത്. മനസ്സോടെ എനിക്കത് സമ്മതിക്കാനാവില്ല. നിർബന്ധിച്ച് അപ്പുവിനെ കാണാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഞാൻ ആത്മഹത്യ ചെയ്യും. അമ്മേ. അമ്മു അമ്മയെ നോക്കി കരഞ്ഞു. വേണ്ട. ഉമ മുഖം തിരിച്ചു. നിനക്കിനി ഒരു രണ്ടാനമ്മയോ ഉണ്ടാവൂ. ഉമ. പാവം മോളോട് ബാലു യാചിച്ചു. കൊണ്ടുപോയിക്കോ, നിങ്ങളുടെ പ്രാണനല്ലേ. ഞാൻ വിട്ടു തന്നിരിക്കണം. നമുക്ക് എന്നേക്കും പിരിയാം. മകളുടെ കൈപിടിച്ച് അയാൾ തങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ പ്രധാന കവാടം കടന്നു. എങ്ങടാ അച്ഛാ നമ്മൾ? കാറിൽ അച്ഛൻ്റെ അരികിലിരുന്ന അമ്മ ചോദിച്ചു. എങ്ങടെങ്കിലും. ആ വീട് നമ്മുടേതല്ല, അത് അമ്മയുടെ വീടാണല്ലോ. അതേന്ന് ബാലു തലയാട്ടി. മകളെയും കൊണ്ട് ഒരു വാടക ഫ്ലാറ്റിലേക്കാണ് അയാൾ പോയത്. രാത്രിയായപ്പോൾ ആഹാരം കഴിക്കാൻ അവൾ മടിച്ചു. പാല് വേണ്ട, ബ്രെഡ് വേണ്ട, ഫ്രൂട്ട്സ് ഒന്നും വേണ്ട. വിശക്കില്ലേ അമ്മു? 9 കിടക്കയിൽ കിടന്ന കുട്ടി ആവശ്യപ്പെട്ടു. എനിക്ക് അമ്മയെ കാണണം. എനിക്ക് അപ്പൂട്ടനെ കാണണം. നേരിയ വിതുമ്പലിൽ നിമിഷങ്ങൾക്കകം ആർത്തലച്ചുള്ള കരച്ചിലായി. ബാലുവിന് കുട്ടിയെ സമാധാനിപ്പിക്കാനായില്ല. അപ്പോഴാണ് ഡോക്ടർ റബേക്കയുടെ ഹസ്ബൻഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സൈമൺ വിളിച്ചത്. ബാലഗോപാൽ, ഡോക്ടർ ഉമാ മഹേശ്വരി സൂയിസൈഡിങ് അറ്റംപ്റ്റിൽ ഹോസ്പിറ്റലിലാണ്. ഈസ് ഇറ്റ്? ബാലുവിൻ്റെ തൊണ്ടയിടറി. ഈസ് ഇറ്റ് ട്രൂ സൈമണേട്ടാ? ബാലു എന്തായി ചോദിക്കേണ്ടത്? സൈമണ് ചുണ്ടി വന്നു. രാത്രി ഈ സമയത്ത് വിളിച്ച് ആരെങ്കിലും ഇതുപോലൊരു കാര്യം തമാശയ്ക്ക് പറയുമോ? ഇപ്പോൾ റബേക്കയ്ക്ക് കിട്ടിയ ഫോണാണ്. അവൾ എന്നെ വിളിച്ചറിയിച്ചതാണ്. നിന്റെ മകൻ അപ്പു വിളിച്ച് എല്ലാവരെയും അറിയിച്ചതുകൊണ്ടാണ് ഉമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞതത്രേ. നിങ്ങൾ ഇന്നലെ പിരിഞ്ഞു അല്ലേ? പിരിഞ്ഞാലും ഉടനെ വീട് മാറരുതായിരുന്നു. ബാലുവിനറിയാമല്ലോ. ഷീ ഈസ് എ ഡിഫിക്കൽട്ട് പേഴ്സണാലിറ്റി, അറ്റ് ദ സെയിം ടൈം ദി മോസ്റ്റ് സ്വീറ്റ്. സംസാരിച്ച് സമയം കളയുന്നില്ല. വേഗം ഹോസ്പിറ്റലിലെത്തൂ. ടി.ബി റോഡിലുള്ള ഗുഡ് സമരിറ്റ. കോൾ കട്ടായി. ബാലു ഓടിച്ചെന്ന് മകളെ വാരിയെടുത്തു. അമ്മു, നമുക്ക് അമ്മയുടെ അടുത്ത് പോകാം. സത്യമാണോ? വിശ്വാസമില്ലാത്തതുപോലെ അവൾ ചിണുങ്ങി. സത്യം. അമ്മയാണേ സത്യം. നമ്മുടെ അപ്പൂട്ടനാണേ സത്യം. മോളെ നടത്തി സമയം കളയാതെ അവളെ ചുമലിലിട്ടുകൊണ്ട് അയാൾ വാതിൽ പൂട്ടി പുറത്തേക്ക് ഓടി. ഗുഡ് സമരിറ്റയിലെത്തുമ്പോൾ ഉമ വെന്റിലേറ്ററിലായിരുന്നു. അവിടെ ബാലുവിന് ആകെ പരിചയമുള്ള ആൾ ഡോക്ടർ റബേക്ക മാത്രമാണ്. ഉമയുടെ വീടിന് തൊട്ടടുത്തായതുകൊണ്ടാവാം സമരിറ്റയിലേക്ക് കൊണ്ടുവന്നതെന്ന് അയാൾ ഊഹിച്ചു. ഇല്ലെങ്കിൽ റബേക്ക നിർബന്ധിച്ചിട്ടുണ്ടാവാം. ബാലു ചെന്ന് റബേക്കയെ കണ്ടു. മോളുണ്ട് എൻ്റെ കൂടെ. ഞങ്ങൾക്ക് ഉമയെ കാണാൻ പറ്റുമോ? ഇല്ല, ഇപ്പോൾ ഒരു സർജറി കഴിഞ്ഞതേയുള്ളൂ. ഒബ്സർവേഷനിലാണ്. ബാലഗോപാൽ ഇപ്പം അവളെ കാണണ്ട. എന്ത് സർജറിയാണ് കഴിഞ്ഞത്? സൂയിസൈഡിന് അറ്റംപ്റ്റ് എന്നാണ് സൈമണേട്ടൻ പറഞ്ഞത്. എന്താണ് അവൾ ചെയ്തത് ഡോക്ടർ? ബാലു പ്ലീസ്. റബേക്ക തൊഴുതു. എനിക്ക് അല്പസമയം തരൂ. താങ്കൾ പുറത്തിരിക്കൂ. ഉമ്മയുടെ പേരൻസ് എത്തിയിട്ടുണ്ട്. കഴിയുമെങ്കിൽ അവരെ ഒന്ന് ആശ്വസിപ്പിക്കൂ. ഞാനൊരു പ്രാക്ടീസിങ് ഡോക്ടറാണ്. ഉമ എൻ്റെ ഭാര്യ എന്നതിലുപരി എൻ്റെ എല്ലാമാണ്. റബേക്കയുടെ മുഖം കനത്തു. എങ്കിലും മറുപടി പറയാതെ അവൾ അകത്തേക്ക് കയറിപ്പോയി. പുറത്ത് ഉമയുടെ അമ്മയും മോഹിനിയാട്ട ആചാര്യയുമായ മഹേശ്വരി തിരുമുൽപ്പാടും അച്ഛൻ പ്രൊഫസർ ദേവനാരായണ തിരുമുൽപ്പാടും ഉണ്ടായിരുന്നു. ബാലുവിനെ കണ്ടതും രണ്ടുപേരും ഒരുപോലെ മുഖം തിരിച്ചു. അവർക്കരികിൽ ഉണ്ടായിരുന്ന അപ്പു ഓടിവന്ന് അമ്മുവിനെ കെട്ടിപ്പിടിച്ചു. അപ്പേട്ടാ, എനിക്ക് അമ്മയെ കാണണം, അവൾ കരഞ്ഞു. അമ്മയ്ക്ക് എന്താ പറ്റിയത്? അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാതെ വന്നതാ മോളെ. ഇപ്പം ഒരു ഓപ്പറേഷൻ കഴിഞ്ഞെന്ന് റബേക്ക ആൻറ്റി പറഞ്ഞു. ഇച്ചിരി കഴിഞ്ഞ് നമുക്ക് അമ്മയെ കാണാട്ടോ. അവൻ പതിയെ അനിയത്തിയെ തലോടി. അപ്പോൾ പ്രൊഫസർ തിരുമുൽപ്പാട് വിളിച്ചു. അപ്പു, കം ഹിയർ. ഞാൻ അച്ഛൻ്റെ അമ്മുവിൻ്റെ അടുത്ത് നിന്നോളാം അപ്പൂപ്പ. തിരിഞ്ഞു നോക്കാതെ അപ്പോൾ അറിയിച്ചു. അമ്മുവിനെ വിളിച്ച് കുട്ടി ഇങ്ങോട്ട് പോരൂ. ഉടൻ മഹേശ്വരി തിരുമുൽപ്പാടിൻ്റെ കൽപ്പന വന്നു. ഇല്ലച്ചാ, അമ്മയുടെ അനുഭവം തന്നെ നിങ്ങൾക്കും വരൂട്ടോ. ബാലു വിഷമത്തിൽ അവരെ ഒന്ന് നോക്കി. പക്ഷേ മഹേശ്വരി തിരുമുൽപ്പാടിൻ്റെ കണ്ണുകൾ കുട്ടികളിൽ ഒതുങ്ങിയിരുന്നു. അച്ഛാ, അമ്മ കിടക്കുന്ന മുറിയിലെ ജനാലയുടെ നമുക്ക് അമ്മയെ കാണാൻ പറ്റുമോ? അമ്മു വെമ്പലോടെ കെഞ്ചി. ഇല്ല അമ്മു. ബാലു മകളെ ചേർത്ത് പിടിച്ചു. ഒരു സർജറി കഴിഞ്ഞ് അമ്മ ഒബ്സർവേഷനില്ല. ഇവിടെ AC-യാ. ആ മുറിക്ക് ജനാലയൊന്നുമില്ല. നമ്മൾ അമ്മയുടെ അടുത്തൊന്ന് പോകുന്നതുകൊണ്ടല്ലേ അമ്മയ്ക്ക് സുഖമല്ലാതായത്? അവൾ ചോദിച്ചു. എൻ്റെ പാവ അമ്മ. പിരിയാൻ സമയം ഉമ മോളോട് പിണക്കം ഭാവിക്കുകയും നിനക്കിനി രണ്ടാനമ്മയോ ഉണ്ടാവൂ എന്ന് ശപിക്കുകയും ചെയ്തതാണ്.
പക്ഷേ അമ്മു അതൊക്കെ മറന്നിരിക്കുന്നു. അപ്പു മഹേശ്വരി അപ്പുവിൻ്റെ അരികിലെത്തി അവൻ്റെ കൈ പിടിച്ചു. അപ്പൂപ്പന് ഒരു റൂം കിട്ടിയിട്ടുണ്ട് ഇവിടെ. നമുക്ക് അവിടെ ചെന്നിരിക്കാം. വേണമെങ്കിൽ നീ അല്പം ഉറങ്ങിക്കോളൂ. മണി 4 ആകാറായി. വെറുതെ ഉറക്കമൊഴിക്കണ്ട. അമ്മു ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ തനിച്ച് വരില്ല മാമേ. എങ്കിൽ അമ്മുവിനെയും കൂട്ടിക്കോ. മറ്റാരും വേണ്ട. അപ്പൂപ്പനത് ഇഷ്ടാവില്ല. ബാലു നോക്കി. ദേവനാരായണ തിരുമുൽപ്പാടിനെ കാണാനില്ല. അദ്ദേഹം മുറിയിലേക്ക് പോയിട്ടുണ്ടാവും. എന്തിനാണ് അമ്മേ എന്നോടിങ്ങനെ വെറുപ്പ് കാണിക്കുന്നത്? ഞാനതിന് എന്ത് തെറ്റ് ചെയ്തു? സഹികെട്ടാണ് അയാൾ മഹേശ്വരിയോട് ചോദിച്ചത്. അതൊക്കെ ഇവിടെ വെച്ച് വിസ്തരിക്കാനാവുമോ? ഇതൊരു പൊതുസ്ഥലമല്ലേ? അവർ പുരികം ചുളിച്ചു. എങ്കിൽ ഞാൻ മുറിയിലേക്ക് വരാം. എന്തിനാ? എല്ലാം അവസാനിച്ചില്ലേ? കണക്കുകളൊക്കെ പറഞ്ഞ് തീർത്തില്ലേ നിങ്ങൾ പിരിഞ്ഞത്? ഒരു കണക്കും പറഞ്ഞിട്ടില്ല. എന്തിനാണ് ഉമ എന്നെ വേണ്ടെന്ന് വച്ചതെന്ന് പോലും എനിക്കറിയില്ല. ഞങ്ങൾക്കിടയിൽ വിവാഹ ഉടമ്പടികളൊന്നും ഇല്ലായിരുന്നല്ലോ. ആ സ്ഥിതിക്ക് പിരിയാമെന്നൊരു വാക്ക് പറഞ്ഞാൽ മാത്രം മതിയല്ലോ. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അബദ്ധമായിപ്പോയി അത്. ഞങ്ങളുടെ മോള് കാണിച്ച ഏക കരുതലും ഇല്ലായിരുന്നെങ്കിൽ ഈ കുരുക്കിൽ കിടന്ന് ഞങ്ങളുടെ കുട്ടി ഒരു ജന്മം മൊത്തം നരകം അനുഭവിക്കുമായിരുന്നില്ലേ? എന്താ ഞാൻ നൽകിയ നരകം? അതാ എനിക്ക് മനസ്സിലാവാത്തത്. നീ നിൻ്റെ തോന്നിയാസം ജീവിച്ചു. എന്നാൽ അവൾ ഒരാളോട് മിണ്ടണതോ ഒരു വിസിറ്ററെ സ്വീകരിക്കണതോ നിനക്ക് സഹിക്കുകയുമില്ല. അപ്പോൾ സംശയമാവും. ഞാൻ ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു ക്ലാസിക്കൽ നർത്തകിയാണ്. ഇന്ത്യക്ക് വെളിയിലും എന്നെ അറിയുന്നവരുണ്ട്. ഞാൻ ആരോടൊക്കെ സംസാരിക്കണമെന്നുണ്ടോ, ആരൊക്കെ ഞാനുമായി ഫോണിൽ ബന്ധപ്പെടുന്നുണ്ടോന്നോ, എവിടെയൊക്കെ പോകുന്നുണ്ടെന്നോ എൻ്റെ ഭർത്താവ് തിരക്കാറില്ല. അദ്ദേഹവും സ്വന്തം കാര്യങ്ങളിൽ നല്ല തിരക്കിലാവും. അദ്ദേഹത്തിൻ്റെ പിന്തുണയുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നും എൻ്റെ രംഗത്ത് ഒന്നാമതായി നിൽക്കുന്നത്. എൻ്റെ മകൾ പക്ഷേ ഈ 11 വർഷത്തിനിടയ്ക്ക് ഒരു ദിവസം പൂർണ്ണ സന്തോഷത്തോടെ കഴിഞ്ഞിട്ടില്ല. മഹേശ്വരി തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. നിൽക്കൂ അമ്മേ, ബാലു ആവശ്യപ്പെട്ടു. എൻ്റെ മറുപടി കൂടി കേട്ടിട്ട് പോകൂ. അമ്മയുടെ ഭർത്താവ് അമ്മയ്ക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിൻ്റെ കണക്ക് എനിക്കറിയില്ല. എന്നാലും നമ്മുടെ നാട്ടിലെ ഒരു ഡോക്ടർ ഭാര്യയ്ക്ക് ആവശ്യമായ പൂർണ്ണ സ്വാതന്ത്ര്യം ഞാൻ ഉമ്മയ്ക്ക് നൽകിയിട്ടുണ്ട്. ഒരേ ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ആ സ്ഥിതിക്ക് അമ്മ പറഞ്ഞതുപോലെ ഞാൻ തോന്നിവാസം ജീവിക്കുന്നുണ്ടെങ്കിൽ ഉമ്മയ്ക്ക് അത് കണ്ടറിയാനും തടയാനും പറ്റുമല്ലോ. പിന്നെ വിസിറ്ററെ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. പ്രത്യേക ബന്ധമോ തൊഴിൽപരമായ അടുപ്പമോ ഇല്ലാത്ത ഒരാൾ സ്ഥിരം വിസിറ്ററാവുന്നത് സ്നേഹമുള്ള സാധാരണക്കാരനായ ഒരു ഭർത്താവിനും സഹിക്കാനാവില്ല അമ്മേ. താരനാഥിനെക്കുറിച്ചാവും പറയണത്. അതെ, എന്നുവെച്ച് തടയാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഉമ്മയുടെ അപ്പൻ പണിതു കൊടുത്ത വീടല്ലേത്. പക്ഷേ അയാളുടെ വരവ് എനിക്ക് ഇഷ്ടമല്ലെന്ന സൂചനകൾ ഞാൻ നൽകാറുണ്ട്, അത്രമാത്രം. അതൊരു മഹാപാതകമാണോ? താരാമോൻ എനിക്കും അദ്ദേഹത്തിനും സ്വന്തം മോന. ഉമ്മയ്ക്ക് സ്വന്തം സഹോദരനാ. താരേട്ടൻ എന്നാ അവൾ വിളിക്കുന്നതും. അതെ, പക്ഷേ അമ്മ പ്രസവിച്ച മോനല്ലല്ലോ അത്. ഉമ്മയുടെ അച്ഛൻ്റെ മകനുമല്ല. അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ്റെ മകനാ. അച്ഛനും അമ്മയും പ്ലെയിൻ ക്രാഷിൽ നഷ്ടമായപ്പോൾ അവനെ ഞങ്ങൾ സ്വന്തം മോനായി ഒപ്പം കൂട്ടി. അവനെ ഒരു ബ്രദറിലോ ആയി കാണാൻ നിന്റെ സങ്കുചിത മനസ്സ് അനുവദിച്ചില്ല. വൃത്തികെട്ട കുടുംബ സാഹചര്യത്തിൽ നിന്നാണ് നീ വരുന്നത്. ഒരു സ്വകാര്യ ആശുപത്രിയിലെ തൂപ്പുകാരിയായ അമ്മ. സ്വഭാവ ദൂഷ്യം കൊണ്ട് അച്ഛൻ ഉപേക്ഷിച്ചു പോയി. ആരൊക്കെയോ പ്രേമിച്ച് കല്യാണം കഴിച്ച 2 മൂത്ത സഹോദരിമാർ. പഠിക്കാൻ മിടുക്കനായതുകൊണ്ട് മാത്രം നീയൊരു ഡോക്ടറായി. ഒരുമിച്ച് ജോലി ചെയ്തതിൻ്റെ പേരിൽ ഞങ്ങളുടെ കുട്ടി ഏടാക്കൂട്ടത്തിലുമായി. ഇതിലധികം ഞാനിനി പറയണോ? ബാലു നിശബ്ദനായി നിശ്ചലനായി. മഹേശ്വരി അപ്പുവിൻ്റെ കൈ പിടിച്ചു. കുട്ടി വരണോ എൻ്റെ ഒപ്പം? അമ്മു കൂടി അപ്പു യാചിച്ചു. മക്കളെ പങ്കുവച്ച സ്ഥിതിക്ക് അവളുടെ അച്ഛൻ അനുവദിക്കുമെങ്കിൽ ഞാൻ കൊണ്ടുപോവാം. തരത്തിൽ താണവരോട് വഴക്കടിക്കാൻ എനിക്ക് വയ്യ. അമ്മു പോയിക്കോളൂ. ബാലു അനുവദിച്ചു. ഏട്ടനെ കെട്ടിപ്പിടിച്ചുറങ്ങിക്കോളൂ. രാവിലെ അമ്മയെ കണ്ടിട്ട് നമുക്ക് മടങ്ങാം. സന്തോഷം കൊണ്ട് അമ്മുവിൻ്റെയും അപ്പുവിൻ്റെയും കണ്ണുകൾ ഒരേപോലെ തുളുമ്പി. രണ്ടുപേരും അച്ഛനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ചു. എന്നിട്ട് അമ്മുമ്മയുടെ പിന്നാലെ കൈകൾ കോർത്ത് നടന്നു. കോറിഡോറിൽ ബാലു തനിച്ചായി. വെളുപ്പിനെ 5 കഴിഞ്ഞപ്പോൾ റബേക്ക അയാളെ റൂമിലേക്ക് വിളിച്ചു. ഉമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? ജീവൻ രക്ഷിക്കാനായി എന്ന് പറയാം. എന്താണ് അവൾ ചെയ്തത്? ആർട്ടറി കട്ട് ചെയ്തു. ബാലുവിൻ്റെ മുഖത്ത് രക്തം നഷ്ടമായി. ഇവിടെ കൊണ്ടുവരുമ്പോൾ രക്ഷിക്കാനാവുമെന്ന ഒരു ശതമാനം പ്രതീക്ഷ പോലും എനിക്കില്ലായിരുന്നു. എൻ്റെ ഉമ്മ പോയി എന്ന് തന്നെ എനിക്ക് തോന്നി. വലുത് കയറ്റിലും കൊണ്ട് റബേക്ക കണ്ണുകൾ പൊത്തിപ്പിടിച്ചു. ബാലുവിനും സഹിക്കാനായില്ല. കരയാതിരിക്കാൻ അയാൾ പണിപ്പെട്ടു. അവളെ പിരിഞ്ഞുപോയ ബാലുവിനോട് എനിക്ക് പക തോന്നി. ബാലു എപ്പോഴും ഒന്നും പറയാറായിട്ടില്ലായിരുന്നു. അവളെ ഞാൻ പിരിഞ്ഞു പോയതെന്തിനെന്ന് ഡോക്ടർക്ക് അറിയുമോ? ബാലു വിങ്ങി. അവൾ ആവശ്യപ്പെട്ടിട്ട്, അവൾക്ക് സമാധാനം നൽകണമെന്ന് അപേക്ഷിച്ചിട്ട്. അവൾക്ക് താരനാഥനുമായുള്ള ബന്ധം വിച്ഛേദിക്കാനാവുന്നില്ല. ഉമ്മയും അയാളും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടെന്ന് ബാലു വിശ്വസിക്കുന്നോ? ഇല്ല. അയാളാണ് ഞങ്ങൾക്കിടയിലെ അകലം കൂട്ടിയത്. അവനൊരു ഡ്രാഗനാണ്. ഉമ്മയ്ക്ക് പക്ഷേ അതറിയില്ല. പറഞ്ഞാൽ മനസ്സിലാവുകയുമില്ല. അതായിരുന്നു ഞങ്ങൾക്കിടയിലെ പ്രശ്നം. ഞാൻ ഇതുവരെ ചോദിക്കാത്തൊരു കാര്യമാണ്. മനസ്സിലാക്കിയിടത്തോളം ബാലുവിനെ സംശയിക്കാൻ എനിക്കാവില്ല. എങ്കിലും ചോദിക്കുക, നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ഹിമ എന്ന പേരിൽ ഒരു സിസ്റ്ററുണ്ടോ? ഉമ്മ പറഞ്ഞു അല്ലേ? ഉമ്മ പറഞ്ഞില്ല. ഉമ്മ പറയുകയുമില്ല. പക്ഷേ മറ്റു ചിലരിൽ നിന്ന് അറിഞ്ഞു. അങ്ങനെ ഒരു കഥാപാത്രമുണ്ടോ ബാലുവിൻ്റെ ജീവിതത്തിൽ? ഉണ്ട്. എൻ്റെ അയൽപ്പക്കത്തെ കുട്ടിയായിരുന്നു. അച്ഛനും 2 പെൺകുട്ടികളും. MBBS ചെയ്യുമ്പോൾ
അവരുടെ ആകെയുള്ള 10 സെൻറ്റ് പണയപ്പെടുത്തി എന്നെ സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ തീർത്താൽ തീരാത്ത നന്ദിയുമുണ്ട് എനിക്ക്. ഡോക്ടറായപ്പോൾ ആ പണയമൊഴിച്ച് കുറച്ച് സാമ്പത്തികമായി സഹായിച്ചു. ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഹിമയ്ക്ക് സ്ഥിരമായി ജോലി വാങ്ങിക്കൊടുത്തു. അവളുടെ മൂത്ത ഹേമയുടെ കല്യാണവും നടത്തി. ഹിമയെ ബാലു വിവാഹം ചെയ്യുമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നോ? അങ്ങനെ ആഗ്രഹിക്കണമെങ്കിൽ അവളുടെ മൂത്ത ഹേമയാണ് ആഗ്രഹിക്കേണ്ടിരുന്നത്. അതുങ്ങൾ അത്തരം അതിമോഹങ്ങളൊന്നുമുള്ള കുട്ടികളല്ല ഡോക്ടർ. ബാലു പറഞ്ഞത് സത്യമാവാം, പക്ഷേ ഉമ നിങ്ങളുടെ ബന്ധത്തെ സംശയിക്കുന്നു. ഉമ പറഞ്ഞതല്ല ഇത്. ഉമ അങ്ങനെയൊന്നും പറഞ്ഞ് ആരെയും അവമാനിക്കുന്ന തരമല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എങ്ങനെ ഡോക്ടർ ഇത് മനസ്സിലാക്കി? ഉമയ്ക്ക് ബാലുവിന് സംശയമുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. ബാലു താരനാഥനെയും ചേർത്ത് ഉമയെ ശങ്കിക്കുന്നതിൻ്റെ കാരണവും അതാണെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. ഈ ഹിമയെക്കുറിച്ച് ഞാൻ ഇന്നാണ് അറിയുന്നത്, മഹേശ്വരി മേമിൽ നിന്ന്. അപ്പോൾ അവരാണിത് ഡോക്ടറോട് പറഞ്ഞത്. അതെ, അവരോട് ഉമ പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ താരാനാഥൻ പറഞ്ഞു കൊടുത്തതാവാം. ഞാനിതൊക്കെ പറയാൻ കാരണമുണ്ട്. ബാലു താരാനാഥനെ സംശയിക്കുന്നത് പോലെ തന്നെയാവാം ഉമ ഹിമയെ സംശയിക്കുന്നതും. അല്ല ഡോക്ടർ, ഹിമയെ സംശയിക്കാൻ ഒരു കാരണവുമില്ല. അവൾ ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഒരു സ്റ്റാഫാണെന്ന് മാത്രം. ഞങ്ങൾ പരസ്പരം കാണാറ് പോലുമില്ല. എന്നാൽ താരനാഥൻ്റെ കാര്യം അതല്ല. അയാൾ ഉമയുടെ വീട്ടിലെ നിത്യസന്ദർശകനാണ്. എന്നെ കണ്ടാൽ അയാൾ വെറുപ്പോടെ അവഗണിക്കും. ഉമയുമായി മണിക്കൂറുകൾ സംസാരിച്ചിരിക്കും. ബെഡ്റൂമിലൊന്നുമല്ല, ഡ്രോയിങ് റൂമിൽ തന്നെ. ഇത് ഭർത്താവ് സഹിക്കണോ ഡോക്ടർ? ഒരിക്കലും വേണ്ട. പക്ഷേ ഉമയ്ക്ക് ആ മനുഷ്യനെയാണ് ഇഷ്ടമെങ്കിൽ ബാലുവിന് പകരം അയാളെ സ്വീകരിക്കാമായിരുന്നില്ലേ? ബാലുവിന് മുമ്പേ അവൾക്ക് പരിചയമുള്ള ആളാണല്ലോ താരാനാഥൻ. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയ ശേഷമാണ് ഞാൻ പോരെന്നും താരാനാഥനാണ് അനുയോജ്യനെന്നും അവൾക്ക് തോന്നിയതെങ്കിലോ? അങ്ങനെയെങ്കിൽ അവർ ഒരുമിച്ചിട്ടെന്ന് കരുതി തന്നെയാണ് ഞാൻ ഒഴിഞ്ഞത്. എൻ്റെ മോളെ കൂടെ കൂട്ടിയതും. കൊള്ളരുതാത്ത ഒരു രണ്ടാനച്ഛൻ ഒരു പെൺകുട്ടിക്ക് ഭീഷണി തന്നെയാണ്. ബാലു പറഞ്ഞതെല്ലാം ശരിയാണ്, പക്ഷേ തെറ്റുന്നത് ഒരിടത്താണ്. ബാലുവിനെ ഒഴിവാക്കി താരനാഥനെ സ്വീകരിക്കുകയായിരുന്നു ഉമ ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ ബാലു ഒഴിഞ്ഞ നിമിഷം തന്നെ അവൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് എന്തിന്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഉമയും താരനാഥനുമായി മോശമായ ബന്ധമൊന്നും ഇല്ലായിരുന്നെങ്കിലും ഉമ എന്നിൽ നിന്ന് അകലുന്നത് അയാൾക്ക് വേണ്ടിയാണോ എന്ന് ഞാൻ ശക്തമായി സംശയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ മനസ്സിലായില്ലേ, ഉമ സ്വന്തം ജീവനേക്കാൾ അധികം ബാലുവിനെ സ്നേഹിക്കുന്നുവെന്ന്. പിന്നെ അതിനെ ഡോക്ടർ അവൾ എൻ്റെ അടുത്ത് പിരിയണമെന്ന് ആവശ്യപ്പെട്ടത്? ഉമയ്ക്ക് സംസാരിക്കാറാവട്ടെ ബാലു, ഞാൻ ചോദിക്കാം. ബാലുവിന് ഉറങ്ങാൻ ഞാനിവിടെ ഒരു റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഉമയെ കണ്ടിട്ട് പോയാൽ മതി ബാലു ഈ ഹോസ്പിറ്റലിൽ നിന്ന്. ബാലുവിനുള്ള മുറി റബേക്ക തന്നെയാണ് തുറന്നു കൊടുത്തത്. രാവിലെ അയാൾ ഉണർന്നത് മൊബൈൽ റിങ് ചെയ്യുന്നത് കേട്ടാണ്. അമ്മ സരളയായിരുന്നു ലൈനിൽ. എന്താ മോനെ അമ്മയെ കേൾക്കുന്നത്? ഉമ്മക്കുട്ടി നീയും വേർപിരിഞ്ഞെന്നും ആ കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ച് ആശുപത്രിയിലായെന്നും കേട്ടല്ലോ മക്കളെ. ഉമയ്ക്ക് എങ്ങനെയിരിക്കുന്നു മോനെ? നീ എന്തിനാ മോനെ അങ്ങനെ ഒരു ചതി കാട്ടിയത്? ഉമ എത്ര നല്ല കുട്ടിയാടാ. ആരാ അമ്മയെ അതറിയിച്ചത്? ഹിമ. അവൾ കരയുമായിരുന്നടാ. ബാലു എല്ലാം അമ്മയെ അറിയിച്ചു. മോനെ അമ്മ ഒന്ന് അങ്ങോട്ട് വരട്ടെടാ, എനിക്ക് ഉമ്മമോളെ കാണണം. ഞാൻ വന്ന് പറഞ്ഞാൽ മോൾക്കെല്ലാം മനസ്സിലാകും മോനെ. എനിക്ക് എൻ്റെ കൊച്ചുമക്കളെയും കാണണോടാ. ഉമ്മമോളുടെ കയ്യിൽ നിന്ന് എന്ത് തെറ്റ് വന്നാലും നീ പൊറുക്കണോടാ. നിങ്ങൾ പിരിഞ്ഞാൽ ഒന്നും അറിയാത്ത ആ കൊച്ചുങ്ങളും പിരിയേണ്ടി വരില്ലേ മോനെ? ആ കുഞ്ഞു മനസ്സുകളുടെ സങ്കടം നിങ്ങളുടെ നെറുകയിൽ ശാപമായി വീഴുമടാ. അതെനിക്കറിയാം അമ്മേ. എങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം മോനെ. ഇപ്പം പുറപ്പെട്ടാൽ ഉച്ച തിരിയുമ്പോൾ അങ്ങ് എത്തുമല്ലോ. എന്നാലും അമ്മ വരണ്ട അമ്മേ. ഞാനാദ്യം ഉമ്മയെ ഒന്ന് കാണട്ടെ, ഒന്ന് സംസാരിക്കട്ടെ. ആ കാല് പിടിക്കണമെങ്കിൽ അതിനും നീ തയ്യാറാവണം മോനെ. ഹിമ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് നീ വേണമെങ്കിൽ മാറിക്കോ മോനെ. നിൻ്റെ ചോരയിൽ പിറന്ന കുട്ടികൾക്ക് വേണ്ടിയല്ലേ? ശരിയമ്മേ, കുറച്ച് കഴിഞ്ഞ് ഞാൻ അമ്മയെ അങ്ങോട്ട് വിളിച്ചോളാം, അയാൾ പറഞ്ഞു നിർത്തി. കുളി കഴിഞ്ഞാണ് ബാലു ഡോക്ടർ റബേക്കയെ വിളിച്ചത്. ഡോക്ടർ, എനിക്കിനി ഉമയെ കാണാൻ പറ്റുമോ? പറ്റും, ബാലു വന്നോളൂ, റബേക്ക സമ്മതിച്ചു. ത്രസിക്കുന്ന ഹൃദയത്തോടെയാണ് ബാലു മുറിയിലെത്തിയത്. ഉമ കണ്ണുകൾ പൂട്ടിക്കിടക്കുകയായിരുന്നു. ഉമ, അയാൾ വിളിച്ചു. പക്ഷേ അവളിൽ ഒരനക്കവും ഉണ്ടായില്ല. ബാലുവിന് പരിഭ്രമമായി. ഉമ ഇപ്പോഴും അബോധാവസ്ഥയിലാണോ? ഈ കിടപ്പ് കാണാനാണോ ഡോക്ടർ റബേക്ക തന്നെ ക്ഷണിച്ചത്? പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് അയാൾ ഡോക്ടർ റബേക്കയുടെ നമ്പർ പ്രസ് ചെയ്തു. ഫോൺ റിങ് ചെയ്യും മുമ്പേ അകത്തുനിന്ന് കർട്ടൻ ഒതുക്കി റബേക്ക പ്രത്യക്ഷയായി. നിങ്ങൾ സംസാരിച്ചിട്ട് എന്ന് കരുതിയാണ് ഞാൻ അകത്തേക്ക് മാറിയത്. ഞാൻ വിളിച്ചിട്ട് പക്ഷേ ഉമയിൽ അനക്കമില്ല. ഓ, അത്ഭുതത്തിൽ ബാലുവിനെ ഒന്ന് നോക്കിയിട്ട് റബേക്ക ഉമയുടെ നേർക്ക് തിരിഞ്ഞു. ഉമ, എന്തു പറ്റി ഉറക്കഭിനയിക്കാൻ? ദാ ബാലു വന്നിരിക്കുന്നു. ബാലുവുമായി സംസാരിക്കൂ. നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒഴിഞ്ഞു തന്നത്. ബാലുവുമായി പിരിഞ്ഞതിൻ്റെ പേരിലാണല്ലോ താൻ ആത്മഹത്യക്ക് ശ്രമിച്ചത്. അപ്പോൾ ബാലുവുമായി സംസാരിച്ച് പ്രോബ്ലം സോൾവ് ചെയ്യണ്ടേ? എന്നിട്ട് ബാലുവിനെയും മക്കളെയും കൂട്ടി വേണം വീട്ടിലേക്ക് പോവാൻ. സൂയിസൈഡിങ് അറ്റംപ്റ്റ് ആണെന്ന് ഇവിടെ ഒരു കുഞ്ഞു അറിഞ്ഞിട്ടില്ല. അതേപ്പറ്റിയൊന്നും ഓർത്ത് വറീഡാവണ്ട. ഉമ എന്നിട്ടും അനങ്ങിയില്ല. ഉമ പ്ലീസ്, നമ്മൾ അല്പം മുമ്പായും സംസാരിച്ചതാണല്ലോ. ബാലു വരുമെന്ന കാര്യം പറയാനിതിൻ്റെ പിണക്കമാണോ? തനിക്കൊരു പ്ലസൻറ്റ് സർപ്രൈസ് തരാമെന്ന് വെച്ച മോളെ, കണ്ണു തുറക്കുമ, അത്രയെങ്കിലും ചെയ്യേ. പെട്ടെന്ന് അവൾ കണ്ണുകൾ തുറന്നു. ബാലുവുമായി പിരിഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് ഡോക്ടറോട് ആരാണ് പറഞ്ഞത്? ഓർക്കാപ്പുറത്തുള്ള ചോദ്യമായതിനാൽ റബേക്ക ഒന്ന് പതറി.
ഡോക്ടറുടെ ഊഹമാണ് സത്യമെങ്കിൽ ഞാൻ എന്തിന് ഡോക്ടർ ബാലഗോപാലിൽ നിന്ന് പിരിയണം? ആരും എന്നെ അതിനായി നിർബന്ധിച്ചിട്ടില്ല. അപ്പോഴേക്കും റബേക്കയ്ക്ക് ശബ്ദം വീണ്ടു കിട്ടി. അങ്ങനെയെങ്കിൽ ഉമ എന്തിനാണ് ഈ കടുങ്കൈ ചെയ്തത്? തീർത്തും നിരപരാധികളായ സ്വന്തം കുട്ടികളെ മറന്നുകൊണ്ട്. അതിനെനിക്ക് മറ്റെന്തെങ്കിലും കാരണം ഉണ്ടായിട്ടുണ്ടാവാം. മറ്റുള്ളവരുടെ ഊഹങ്ങൾക്ക് അപ്പുറമാവും ചിലപ്പോഴൊക്കെ മനുഷ്യരുടെ അവസ്ഥ. ഞാൻ അതൊക്കെ ഡോക്ടറുടെ അടുത്ത് വിശദീകരിക്കണമെന്നില്ല. എനിക്ക് അതിനിപ്പോൾ മനസ്സുമില്ലെന്ന് കൂട്ടിക്കോളൂ. റബേക്കയുമായുള്ള ഉമയുടെ ശക്തമായ റിലേഷൻ അറിയാവുന്ന ബാലു ശരിക്കും അമ്പരന്നു. അയാൾ റബേക്കയെ നോക്കി. ഉത്തരം മുട്ടലിൻ്റെ പകപ്പിലായിരുന്നു ആ സ്ത്രീ വീണ്ടും. ആ നത്യശ്രമത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയതിന് ഡോക്ടർ റബേക്കയോട് എനിക്ക് നന്ദി തോന്നിയിട്ടുണ്ടാവുമെന്നും കരുതണ്ട. നിങ്ങളോട് എനിക്ക് പ്രതിഷേധമാണ്. നിങ്ങൾ വീണ്ടും എന്നെ അപകടത്തിലാക്കി. MBBSന് എൻ്റെ സീനിയറായിരുന്നു നിങ്ങൾ. കൂടപ്പിറപ്പുകളില്ലാത്ത ഞാൻ അന്ന് തൊട്ട് ഇയാളെ സ്വന്തം ചേച്ചിയായി കണ്ടു. ഇന്നലെ രാത്രി ഓർമ്മ നഷ്ടപ്പെടും വരെ. ഇപ്പോൾ ഡോക്ടർ റബേക്കയോട് എനിക്ക് വെറുപ്പാണ്. നിങ്ങളെ ഒരു ശത്രുവായിട്ടാണ് ഞാൻ കാണുന്നത്. റബേക്കയുടെ കണ്ണുകൾ നിറയുന്നത് ബാലു കണ്ടു. അയാൾക്ക് അത് സഹിക്കാനായില്ല. കണ്ണു തുറന്നപ്പോൾ എന്നെ കണ്ടതിൻ്റെ പേരിലാണ് ഉമ ഡോക്ടറോട് ഇങ്ങനെയൊക്കെ പറയുന്നതെങ്കിൽ സോറി. ഡോക്ടർ റബേക്ക എന്നെ വിളിച്ചു വരുത്തിയതല്ല. ഞാൻ നിർബന്ധം പിടിച്ച് ഒരു മീറ്റിംഗ് വാങ്ങിയതാണ്. ഇപ്പോൾ തന്നെ ഞാൻ പുറത്തു പോയേക്കാം. സോറി ബാലു. ഉമ്മയുടെ നോട്ടം ബാലുവിലായി. നിങ്ങളോട് എനിക്ക് ഒരു വിരോധവുമില്ല. നിങ്ങൾ നിരപരാധിയാണെന്ന് ഇപ്പോൾ എനിക്കറിയാം. പിന്നെന്തിനാ ഉമ താനിത് ചെയ്തത്? മക്കൾ രണ്ടുപേരും കൂടെ വേണമെന്ന് താൻ ഡിമാൻഡ് ചെയ്തിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ടും ഞാൻ അമ്മുവിനെ കൊണ്ടുപോയി. അത് തനിക്ക് താങ്ങാനായിട്ടുണ്ടാവില്ല. സാരമില്ല, മക്കൾ രണ്ടുപേരും ഇനി തൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും. അല്ലെങ്കിലും പെൺകുട്ടികൾക്ക് അമ്മയാണ് അത്യാവശ്യം. അമ്മുവും ഇന്നലെ ഒത്തിരി കരഞ്ഞു. ഒരൽപ്പം പാല് പോലും കുടിച്ചിട്ടില്ല. സാരമില്ല. ഉമ്മ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. കുറച്ച് കഴിയുമ്പോൾ അമ്മയെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് അവൾക്കും തോന്നും. അമ്മയെ കാണാതെ തന്നെ അവളെ വളർത്തിക്കോളൂ ബാലു. അങ്ങനെ ഒരിക്കലും ഞാൻ അവളെ തന്നിൽ നിന്ന് വേർപിരിക്കാൻ തീരുമാനിച്ചിരുന്നില്ല. താൻ ആഗ്രഹിക്കുമ്പോൾ തനിക്ക് അവളെ വന്ന് കാണാം. അല്ലെങ്കിൽ താൻ പറയുന്നിടത്ത് ഞാൻ കൊണ്ടുവന്ന് കാണിക്കും. ഇനി പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഉമ്മ. തൻ്റെ ഒപ്പമുണ്ടാവും അമ്മു. തൻ്റെ കൺവെട്ടത്ത്, തൻ്റെ ചൊല്ലുവിളിയിൽ. അത് വേണ്ട ബാലു. എല്ലാം നമ്മൾ ഇന്നലെ തീരുമാനിച്ച് പോയാൽ മതി. അമ്മുവിനെ ബാലു കൊണ്ടുപോയതിൻ്റെ പേരിലല്ല ഞാൻ മരിക്കാൻ ആഗ്രഹിച്ചത്. ജീവിതം വേണ്ടതായതുകൊണ്ടാണ്. വേണമെങ്കിൽ അപ്പുവിനെയും കൂടി ബാലു കൊണ്ടുപോയിക്കോളൂ. കുട്ടികൾ പിരിയാതിരുന്നോട്ടെ. ഈ പറയുന്നതൊന്നും നമ്മൾക്കറിയാവുന്ന ഉമയല്ല ബാലു. റബേക്ക ബാലുവിനോട് പറഞ്ഞു. ഈ പറയുന്നതൊന്നും സത്യവുമല്ല. ഇന്നലെ അപ്പു കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഉമ ഈ തോന്നിയാസം കാണിച്ചത് ഞാൻ അറിയാനിടയായത്. ഇല്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇതൊന്നും പറയാൻ ഉമ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് ഉമ തനിച്ചാവാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. ബാലുവിൻ്റെ ഒപ്പം ജീവിക്കാൻ ഇവൾ തയ്യാറല്ലെങ്കിൽ അച്ഛനോടും അമ്മയോടൊപ്പം കഴിയട്ടെ. നോ. ഉമ ഒച്ച വച്ചു. ബാലുവിൻ്റെ ഒപ്പം ഞാൻ ഇനി ജീവിക്കില്ല. അച്ഛനും അമ്മയോടൊപ്പവും കഴിയാനും ഞാൻ തയ്യാറല്ല. അതിൽ ഭേദം മരണമാണ്. നിർബന്ധമാണെങ്കിൽ അപ്പു എൻ്റെ ഒപ്പം നിന്നോട്ടെ. ഇതൊക്കെ ഒറ്റ മോളായി ഒറ്റപ്പെട്ട് വളർന്നതിൻ്റെ കുഴപ്പമാണ് ബാലു. ഈർഷ്യയിൽ റബേക്ക മുഖം തിരിച്ചു. അച്ഛനെയും അമ്മയെയും പോലെ ദൈവവും ഇവൾ ആഗ്രഹിച്ചതല്ല ഇവൾക്ക് കൈയച്ചു കൊടുത്തു. ഒന്നും ആഗ്രഹിച്ച് കാത്തിരിക്കേണ്ടി വന്നിട്ടില്ല. തങ്കക്കുടം പോലെ 2 കുട്ടികൾ പ്രസവിക്കാൻ കഴിയാത്തൊരു സ്ത്രീയാണ് ഞാൻ. അതുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾക്ക് അവരുടെ അമ്മയെ തിരിച്ചു കൊടുക്കാൻ ശ്രമിച്ചത്. അതിന് ഉമ എന്നെ ശപിച്ചാലും എന്നെ അത് സ്പർശിക്കില്ല. പക്ഷേ ഇവളിപ്പോൾ തുനിയുന്നത് കൊച്ചുങ്ങളെയും സ്വന്തം കുടുംബത്തെയും കണ്ണീരിലാഴ്ത്താനാണ്. അങ്ങനെയൊന്നും കുറ്റപ്പെടുത്തേണ്ട ഡോക്ടർ, ബാലു അപേക്ഷിച്ചു. ഞാൻ പോവുകയാണ്. അതിനു മുമ്പ് മോൾക്ക് അമ്മയെ കാണണം. എന്നോട് വെറുപ്പില്ലെങ്കിൽ മോൾക്ക് അത് അനുവദിക്കണം. ഉമ, ഇതെൻ്റെ റിക്വസ്റ്റാണ്. ഞാൻ കണ്ണടച്ച് കിടക്കുകയുള്ളൂ. വന്ന് കണ്ടിട്ട് പോയിക്കോട്ടെ. യെസ്, അത്രയും സമ്മതിച്ചല്ലോ. നന്ദി. അയാൾ തിരിഞ്ഞു നടന്നു. അതോടെ റബേക്ക ഉമയുടെ കിടക്കയ്ക്കരികിലിരുന്നു. കഥ തുടരും.